അതായത് നമ്മുടെ പരീക്ഷയിൽ ചിലപ്പോഴൊക്കെ കണ്ടുവരാറുണ്ട് ഒരു വാക്ക് തന്നിട്ട് ആ വാക്ക് ആക്ച്വലി ഏത് ഭാഷയിൽ നിന്ന് ഒറിജിൻ ചെയ്തതാണ്. അതായത് മെൻറ്റർ, നമ്മൾ പറയുന്ന മെൻറ്റർ എന്ന് പറയുന്ന വാക്ക് അതിൻ്റെ കറക്റ്റ് മീനിങ് എന്താണ്? കൗൺസിലർ എന്നാണ്. അത് എന്തിൽ നിന്ന് ഒറിജിൻ ചെയ്തതാണ്? ഗ്രീക്ക്. നോക്കുക, ബ്രിങ് ഇൻ. എന്താണ് ബ്രിങ് ഇൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ ലോ ഓർ സിസ്റ്റം. നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് നോക്കുക ദ ബോയ് ഗേസ്ഡ് അറ്റ് ഹിം ഫോർ എ മൊമെന്റ്. ഇവിടെ ഫോർ എ മൊമെന്റ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് എന്തെന്നാണ് ചോദ്യം. ഇതെന്തുമായിരിക്കും? നമസ്കാരം, രഞ്ജിത്ത് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി നടക്കാൻ പോകുന്ന PSC പരീക്ഷകളായ CPO, CEO, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മെയിൻ പരീക്ഷകൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പോലെ തന്നെ നമ്മൾ SCERT പുസ്തകങ്ങളിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 12th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് പുസ്തകങ്ങളിലെ ബാക്കി ഭാഗങ്ങളാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ 12th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് പുസ്തകങ്ങളിലെ ഒരുമാതിരിയൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ കവർ ചെയ്യാനുണ്ട്. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ മൊബൈൽ ആപ്പിലൂടെ ഈ പറയുന്ന പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ കമൻറ്റ് ബോക്സിലും നമ്മുടെ മൊബൈൽ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നോക്കുക, ആദ്യം നമ്മൾ വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ പരീക്ഷകൾ ചിലപ്പോഴൊക്കെ കണ്ടുവരാറുണ്ട് ഒരു വാക്ക് തന്നിട്ട് ആ വാക്ക് ആക്ച്വലി ഏത് ഭാഷയിൽ നിന്ന് ഒറിജിൻ ചെയ്തതാണ്, അല്ലെങ്കിൽ ആ വാക്കിൻ്റെ മീനിങ് എന്താണ്. ഓക്കെ, ഇത് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നോക്കുക, ബിസ്ക്കറ്റ് എന്ന് പറയുന്ന വാക്ക് ഇത് നമുക്കറിയാം, നമ്മൾ കഴിക്കുന്നതാണ്. ഓക്കെ, എന്നാൽ ഈ പറയുന്ന ബിസ്ക്കറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണ്? ട്വൈസ് കുക്ക്ഡ് എന്നാണ്. എന്താണ്? ട്വൈസ് കുക്ക്ഡ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇത് ഏത് ഭാഷയിൽ നിന്നാണ് ഈ വേർഡ് ആക്ച്വലി ഒറിജിൻ ചെയ്തത്? ഏതാണ്? ഫ്രഞ്ച്. ഒരു ഫ്രഞ്ച് ഒറിജിനാണ് ഈ ബിസ്ക്കറ്റ് എന്ന് പറയുന്ന വാക്ക്. അതിൻ്റെ മീനിങ് ട്വൈസ് കുക്ക്ഡ് എന്നാണ്. ഇനി എറ്റിക്കറ്റ്, ഇത് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? സോഷ്യലി അക്സെപ്റ്റബിൾ ബിഹേവിയർ എന്നാണ് എറ്റിക്കറ്റിൻ്റെ അർത്ഥം. പിന്നെ ഇതിന് എങ്ങനെ അർത്ഥമുണ്ട്? ലേബൽ എന്നൊരർത്ഥവും ഉണ്ട്. ഇതും എവിടെ നിന്ന് വന്നതാണ്? ഫ്രഞ്ച് ഒറിജിനാണ്. ഓക്കെ, ഇനി റിക്ഷ നമുക്കറിയാം, എന്ത്? എ 2 വീൽഡ് വെഹിക്കിൾ. അത് ഇന്ത്യൻ ഒറിജിനാണ്. ഓക്കെ, ഇനി അടുത്ത് മെൻറ്റർ. നമ്മൾ പറയുന്ന മെൻറ്റർ എന്ന് പറയുന്ന വാക്ക് അതിൻ്റെ കറക്റ്റ് മീനിങ് എന്താണ്? കൗൺസിലർ എന്നാണ്. അത് എന്തിൽ നിന്ന് ഒറിജിൻ ചെയ്തതാണ്? ഗ്രീക്ക്. ഓക്കെ, ഗ്രീക്ക് വേർഡാണ്. ഇനി അടുത്ത് പോർട്ട്ഫോളിയോ. എന്താണ് മീനിങ്? എ ഫയൽ ടു ക്യാരി. അത് ഇറ്റാലിയൻ ഒറിജിനാണ്. ഇറ്റാലിയൻ ലാംഗ്വേജിൽ നിന്ന് ഒറിജിൻ ചെയ്തതാണ് ഈ പറയുന്ന പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന വാക്ക്. ഇങ്ങനത്തെ ട്രാഫിക്, എന്താണ്? മൂവ്മെൻ്റ് എന്നാണ് അർത്ഥം. അത് ഫ്രഞ്ച് ഒറിജിനാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് എങ്ങനെയായിരിക്കും ചോദിക്കുക? ഇതേപോലെ ഉദാഹരണത്തിന് എറ്റിക്കറ്റ് എന്ന് പറയുന്ന വാക്ക് തരുന്നു. അത് ഏത് ലാംഗ്വേജിൽ നിന്ന് ഒറിജിൻ ചെയ്തതാണ് ചോദിക്കും. നമുക്ക് ഓപ്ഷൻസിൽ ഫ്രഞ്ച് കാണും, ഗ്രീക്ക് കാണും, ഇറ്റാലിയൻ കാണും. നമ്മൾ എന്തെഴുതണം? ഫ്രഞ്ച് എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക. ബിസ്ക്കറ്റ് ടോയ്സ് കുക്ക്ഡ് ഫ്രഞ്ച്, ദെൻ എറ്റിക്കറ്റ് ലേബൽ ഫ്രഞ്ച്, ദെൻ റിക്ഷ എ 2 വീൽ വെഹിക്കിൾ ഇന്ത്യൻ ഒറിജിനാണ്, ദെൻ മെൻറ്റർ കൗൺസിലർ ഗ്രീക്ക്, പോർട്ട്ഫോളിയോ എ ഫയൽ ടു ക്യാരി ഇറ്റാലിയൻ ആണ്, ട്രാഫിക് മൂവ്മെൻ്റ് എന്നാണ് അർത്ഥം, ഫ്രഞ്ച് ഒറിജിനാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന പുസ്തകത്തിൽ കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഓരോ പാഠഭാഗം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിലെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം എന്താ? ഇത് ടെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പരീക്ഷയ്ക്ക് ടെൻസുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നോക്കുക, ശേഖർ ഡാഷ് നൗ വിത്ത് എക്സാനഡു എ ഗവൺമെൻറ് പബ്ലിക്കേഷൻ. He dashed
it a year ago. Since then, he dashed articles on various subjects. Next week, he dashed on the importance of being honest in public life. അപ്പോൾ ഇതെന്ന് പറയുന്നത് ടെൻസുമായി ബന്ധപ്പെട്ട് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ടെൻസുമായി ബന്ധപ്പെട്ട് ചോദ്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ തന്നിരിക്കുന്ന പാസേജിലോ അല്ലെങ്കിൽ സെൻറ്റൻസിലോ ടൈമിംഗ് വേർഡ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് എടുക്കുമ്പോൾ ശേഖർ ഡാഷ് നൗ വിത്ത് സാനഡു എ ഗവൺമെൻറ് പബ്ലിക്കേഷൻ. ഇവിടെ ഈ ബി എന്ന് പറയുന്നതിൻ്റെ ടെൻസ് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, ശരിയായ ടെൻസ് ഫോം. ബിയുടെ ഏത് ടെൻസിലെ ഫോമാണ് എഴുതേണ്ടത്? അത് നമ്മളെ കാണിച്ചു തരുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന വാക്കാണ് ഈ നൗ എന്ന് പറയുന്നത്. നൗ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഇപ്പോൾ എന്നാണ്. അപ്പോൾ ഇത് പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. അപ്പോൾ ബിയുടെ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? ഈസ് വരാം, ആം വരാം, ആർ വരാം. ഇവിടെ നമ്മൾ ഈസ് എഴുതുമോ, ആം എഴുതുമോ, ആർ എഴുതുമോ? അതെന്തിനെ ആശ്രയിച്ചാണ്? ഇവിടുത്തെ സബ്ജക്റ്റിനെ ആശ്രയിച്ചാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ശേഖർ എന്നാണ്. അപ്പോൾ ശേഖർ സിംഗുലർ ആയതുകൊണ്ട് നമുക്കിവിടെ ഈസ് എഴുതാം. ഓക്കെ. അപ്പോൾ ശേഖർ ഈസ് നൗ വിത്ത് സാനഡു എ ഗവൺമെൻറ് പബ്ലിക്കേഷൻ. ഇനി അടുത്തത് ഹി ഡാഷ് ഇറ്റ് എ ഇയർ എഗോ. ഇവിടെ എഗോ എന്ന് റിപ്പോർട്ട്. ഈ എഗോ എന്ന് പറയുന്ന വാക്ക് ഏത് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്? സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജോയിൻ്റെ സിമ്പിൾ പാസ്റ്റ് എഴുതണം. എന്താണ്? ജോയിൻഡ്. അപ്പം ജോയിൻഡ് എന്ന് വരും. ഇനി അടുത്ത് സിൻസ് ദെൻ. ഇതൊരു ടൈമിംഗ് വേർഡാണ്. സിൻസ് ദെൻ എന്ന് പറയുന്നത്. സിൻസ് ദെൻ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ വരേണ്ട ടെൻസ് മിക്കപ്പോഴും ഏത് ടെൻസ് ആയിരിക്കണം? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം. അപ്പം ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വരേണ്ടത്, നമുക്ക് മനസ്സിലായി. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെ ആയിരിക്കണം? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing എന്ന് വരണം. ഇവിടെ നമുക്ക് വെർബ് ഫോം മാത്രം എഴുതിയാൽ മതി. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, ഹി ഉണ്ട്. ഓക്കെ. ഇപ്പോൾ പബ്ലിഷ്. അപ്പോൾ അങ്ങനെ എഴുതാം. ഹി എന്ന് പറയുമ്പോൾ സിംഗിൾ ആയതുകൊണ്ട് നമുക്ക് ഹാസ് ബീൻ എഴുതാം. ഹി ഹാസ് ബീൻ. പിന്നെ പബ്ലിഷിംഗ്. ഓക്കെ, പബ്ലിഷിംഗ്. അപ്പോൾ ഹി ഹാസ് ബീൻ പബ്ലിഷിംഗ് ആർട്ടിക്കിൾസ് ഓൺ വേരിയസ് സബ്ജക്ട്സ്. ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഹാസ് ബീൻ പബ്ലിഷിംഗ് എന്ന് പറയും. ഇനി നെക്സ്റ്റ് വീക്ക്. ഇപ്പം നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പിൾ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൈറ്റ് എന്ന് പറയുന്ന വെർബിൻ്റെ സിമ്പിൾ ഫ്യൂച്ചറാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെ വരും ഹി വിൽ റൈറ്റ്. നമുക്ക് വില്ലോ ഷാളോ ഉപയോഗിക്കാം. ഹി എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആയതുകൊണ്ടാണ് നമ്മൾ വില്ല് ഉപയോഗിച്ചത്. ഇവിടെ ഫസ്റ്റ് പേഴ്സൺ ആയതെങ്കിൽ നമുക്ക് ഷാൾ ഉപയോഗിക്കാമായിരുന്നു. ഓക്കെ. ഇവിടെ ഹി എന്നത് തേർഡ് പേഴ്സൺ ആണ്, അതുകൊണ്ട് തേർഡ് പേഴ്സൻ്റെ കൂടെ സാധാരണ രീതിയിൽ നമ്മൾ വില്ലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വിൽ റൈറ്റ് എന്ന് വരും. അപ്പോൾ ഹി വിൽ റൈറ്റ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഓണസ്റ്റ് ഇൻ പബ്ലിക് ലൈഫ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. നോക്കുക, അതും ടെൻസുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റിയാണ്. നോക്കുക, എസ്റ്റർഡേ ദേ ഡാഷ് home only after they dash their work. But today they dash just dash that they dash not work after 5 o'clock. അപ്പോൾ മനസ്സിലായി, ഇത് ടെൻസുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ആദ്യത്തെ സെൻറ്റൻസിൽ ഈ പറയുന്ന കറക്റ്റ് വെർബ് ഫോം എഴുതണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ടെൻസ് ഫോം എഴുതണമെങ്കിൽ നമുക്ക് ടൈമിംഗ് വേർഡിനെ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ടൈമിംഗ് വേർഡ് ആണ് ഈ എസ്റ്റർഡേ ആണ്. അപ്പോൾ എസ്റ്റർഡേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എന്തിൻ്റെ അല്ലെങ്കിൽ ഏത് ടെൻസിൻ്റെ ടൈമിംഗ് വേർഡാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ടൈമിംഗ് വേർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗോയുടെ സിമ്പിൾ പാസ്റ്റ് എഴുതണം, അതായത് V2 ഫോം. അപ്പോൾ എന്തായിരിക്കും? വെൻറ്റ് എന്നാണ്. ഓക്കെ, വെൻറ്റ്. അപ്പോൾ ഇവിടെ വെൻറ്റ് എന്ന് വരും. അപ്പോൾ ദേ വെൻറ്റ് ഹോം. അപ്പോൾ അങ്ങനെ വരും യെസ്റ്റർഡേ ദേ വെൻറ്റ് ഹോം ഓൺലി ആഫ്റ്റർ ദേ ഡാഷ് ദേ വർക്ക്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ യെസ്റ്റർഡേ വന്നപ്പം പാസ്റ്റാണെന്ന് മനസ്സിലായി. ഇനി പാസ്റ്റ് ടെൻസിൽ തന്നെ രണ്ട് ക്രിയകളാണ് അവിടെ വരുന്നത്, ഗോയും ഫിനിഷും. ഇപ്പോൾ പാസ്റ്റ് ടെൻസിലെ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അവ തമ്മിൽ കാലതാമസമുണ്ടെങ്കിൽ ആദ്യം നടന്ന ക്രിയയുടെ കൂടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കണം, രണ്ടാമതിൻ്റെ കൂടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കണം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവർ വീട്ടിലേക്ക് പോയി എന്ത് ചെയ്തതിന് ശേഷം മാത്രമാണ് അവരുടെ വർക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ പോയത്. അങ്ങനെ നമ്മൾ ആദ്യം നടന്ന എന്തുമായിരിക്കും? വർക്ക് ഫിനിഷ് ചെയ്തതാണ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ഫിനിഷ് എന്ന് പറയുന്ന വെർബ് നമ്മൾ ഏത് ടെൻസിലേ പറയാവൂ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേ പറയാവൂ. അപ്പോൾ അങ്ങനെ വരും ഹാഡ് ഫിനിഷ്ഡ് എന്ന് വരണം. ഇതാണ് ഹാഡ് ഫിനിഷ്ഡ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ എന്തുവാ? ഹാഡ് പ്ലസ് V3 എന്നാണ്. അപ്പോൾ ഇതാണ് ആദ്യം നടന്നത്, എന്നിട്ടാണ് അവർ വീട്ടിൽ പോയത്. അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റിൽ പറയണം. അപ്പോൾ ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലും
രണ്ടാമതാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റിലും പറയാം. അപ്പോൾ എങ്ങനെ വരും? യെസ്റ്റർഡേ ദേ വെന്റ് ഹോം ഓൺലി ആഫ്റ്റർ ദേ ഹാഡ് ഫിനിഷ്ഡ് ദെയർ വർക്ക്. ഇനി ബട്ട് ടുഡേ, അപ്പോൾ ഇനി ഇന്നത്തെ കാര്യം പറയാം. അപ്പോൾ പ്രസന്റിലെ കാര്യം പറയുന്നത്. ബട്ട് ടുഡേ ദേ ഡാഷ് ജസ്റ്റ് ഡാഷ് ദാറ്റ് ദേ ഡാഷ് ആഫ്റ്റർ 5 o'clock. എന്തായാലും ഇവിടെ പ്രസന്റ് എഴുതേണ്ടത്. കാരണം എന്താ? ഇവിടെ ടുഡേ എന്ന് വന്നതുകൊണ്ട് പ്രസന്റ് ടെൻസിലെ സംഭവമാണ് വരേണ്ടത്. പ്രസന്റ് ടെൻസിൽ ഓരോ ടെൻസിനും 4 പിരിവുകൾ വീതമുണ്ട്. അപ്പോൾ ഇവിടെ പ്രസന്റ് ടെൻസിൽ ഏത് പിരിവ് വരും? അതിനെ നിർണ്ണയിക്കുന്നതാണ് എന്ത്? ഈ ജസ്റ്റ് എന്ന് പറയുന്ന വാക്ക്. ജസ്റ്റ് എന്ന് പറയുന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഏത് ടെൻസാണ് വരേണ്ടത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വരേണ്ടത്. അപ്പം ഈ പറയുന്ന ഡിസൈഡ് എന്ന് പറയുന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വരണം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്ന് വരണം. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ്. അപ്പോൾ അങ്ങനെ ഇവിടെ നോക്കുക, ദേ വന്നു. ദേ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരാവും? ഹാവേ വരാവും. അപ്പം ദേ ഹാവ് ജസ്റ്റ്. ഇനി V3 ഫോം. ഈ ഡിസൈഡിന്റെ V3 ഫോം എന്തോ? ഡിസൈഡഡ് എന്ന. അതാണ് ഡിസൈഡഡ്. ഓക്കെ. അപ്പോൾ ദേ ഹാവ് ജസ്റ്റ് ഡിസൈഡഡ് ദാറ്റ് ദേ ഡാഷ് ആഫ്റ്റർ 5 o'clock. അപ്പോൾ ഇവിടെ ആഫ്റ്റർ 5 o'clock എന്ന് പറയുമ്പോൾ ഇവിടെ എന്തിനായി സൂചിപ്പിക്കുന്നത്? ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സിമ്പിൾ ഫ്യൂച്ചറാണ് വരേണ്ടത്. കാരണം ഇവിടെ 5 o'clock എന്നൊരു നിശ്ചിത സമയം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവി കാലത്തിലെ ഒരു നിശ്ചിത സമയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ എന്ത് വരണം? വില്ലോ ഷാളോ ചേർക്കണം. ഇപ്പോൾ ഇവിടെ ദേ വന്നതുകൊണ്ട് ദേ തേർഡ് പേഴ്സൺ ആണ്. അപ്പോൾ നമുക്ക് വില്ല് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ വരും വിൽ നോട്ട്. ഇതാണ് വിൽ നോട്ട് വർക്ക് എന്ന് വരും. അത് ഈ നോട്ട് വർക്കിൻ്റെ കൂടെ വില്ലൂടെ ചേർത്താൽ മതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ ആൻസറായി എങ്ങനെയാണ്? യെസ്റ്റർഡേ ദേ വെന്റ് ഹോം ഓൺലി ആഫ്റ്റർ ദേ ഹാഡ് ഫിനിഷ്ഡ് ദെയർ വർക്ക്. ബട്ട് ടുഡേ ദേ ഹാവ് ജസ്റ്റ് ഡിസൈഡഡ് ദാറ്റ് ദേ വിൽ നോട്ട് വർക്ക് ആഫ്റ്റർ 5 o'clock. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നോക്കുക. ഇർഫാൻ വാസ് ഡാഷ് ഇൻ എ വില്ലേജ് ഇൻ ബീഹാർ. അറ്റ് എ വെരി സ്മോൾ ഏജ് ഹി ഡാഷ് stock trading business and dash for his father's losses in the stock market. Later, Irfan dash his own portfolio management firm. ഇതെന്ന് പറയുന്നത് ഫ്രേസൽ വേർബ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, ഇവിടെ ബ്രാക്കറ്റിൽ ഫ്രേസൽ വേർബ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഏതാണോ കറക്റ്റ് അത് നമ്മൾ എഴുതുക ഇവിടുത്തെ സാഹചര്യത്തിന് അനുസരിച്ച്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നോക്കുക, ഇർഫാൻ വാസ് ഡാഷ് ഇൻ എ വില്ലേജ് ഇൻ ബീഹാർ. അത് ബീഹാറിലെ ഒരു ഗ്രാമത്തിലാണ് ഇർഫാൻ വളർന്നത്. അപ്പോൾ വളരുക എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് അതേതായിരിക്കും? ബ്രിങ് അപ്പ് ആണ്. അപ്പോൾ ബ്രിങ് അപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് എഴുതണം. അതെന്തായിരിക്കും? ബ്രോട്ട് അപ്പ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? ഈ ബ്രോട്ട് അപ്പ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും ഇവിടെ ആൻസറായി വരിക. ഇനി എന്താ പറയുന്നത്? അറ്റ് എ വെരി സ്മോൾ ഏജ്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹി ഡാഷ് സ്റ്റോക്ക് ട്രേഡിംഗ് ബിസിനസ്. ചെറുപ്രായത്തിൽ തന്നെ അവൻ സ്റ്റോക്ക് ട്രേഡിംഗ് ബിസിനസ് അവൻ ആരംഭിച്ചു എന്നാണ്, അല്ലെങ്കിൽ അതിൽ പങ്കുചേർന്നു എന്നർത്ഥത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ഏതായിരിക്കും? എൻഡേഡ് ഇൻറ്റു ആണ്. എന്താണ്? എൻഡേഡ് ഇൻറ്റു. ഇനി എന്താ പറയുന്നത്? ആൻഡ് ഡാഷ് ഫോർ ഹിസ് ഫാദേഴ്സ് ലോസസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. അവൻ്റെ ഫാദറിൻ്റെ നഷ്ടങ്ങൾ എവിടെ? സ്റ്റോക്ക് മാർക്കറ്റിൽ അവൻ്റെ അച്ഛനുണ്ടായ നഷ്ടങ്ങൾ അവൻ പരിഹരിച്ചു എന്നർത്ഥത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ എന്തായിരിക്കും വരേണ്ടത്? മേക്കപ്പ് എന്നാണ് വരേണ്ടത്. അപ്പോൾ മേക്കപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് പറയുമ്പോൾ മേഡപ്പ്. ഓക്കെ, മേഡപ്പ് ഇതാണ് വരേണ്ടത്. ഇനി എന്താ ഉദ്ദേശിക്കുന്നത്? നോക്കുക, ലേറ്റർ പിന്നീട് ഇർഫാൻ ഡാഷ് ഹിസ് ഓൺ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഫേം. പിന്നീട് അവൻ അവൻ്റേതായിട്ടുള്ള പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഫേം അവൻ ആരംഭിച്ചു എന്നർത്ഥം. അപ്പോൾ ആരംഭിക്കുക അല്ലെങ്കിൽ സ്ഥാപിക്കുക, അത് സ്റ്റാർട്ട് ഓർ എസ്റ്റാബ്ലിഷ് എന്ന അർത്ഥം നൽകുന്ന ഫ്രേസൽ വെർബാണ് ഇവിടെ വരേണ്ടത്. അതേതായിരിക്കും? സെറ്റപ്പ് ആണ്. എന്താണ്? സെറ്റപ്പ്. അപ്പോൾ ഇവിടെ സെറ്റപ്പ് ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അങ്ങനെ വരും, ഇർഫാൻ വാസ് ബ്രോട്ട് അപ്പ് ഇൻ എ വില്ലേജ് ഇൻ ബീഹാർ. At a very small age, he entered into stock trading business and made up for his father's losses in the stock market. Later, Irfan set up his own portfolio management firm. Clear ആയല്ലോ? ഇനി നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറച്ച് ഫ്രേസൽ വേർബ്സ് ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് മെൻഷൻ ചെയ്ത് പോകാം. നോക്കുക, ബ്രിങ് ഇൻ. എന്താണ് ബ്രിങ് ഇൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ ലോ ഓർ സിസ്റ്റം. ഒരു പുതിയ നിയമമോ അല്ലെങ്കിൽ വ്യവസ്ഥയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ ബ്രിങ് ഇൻ എന്ന് പറയും. ഇനി എന്താണ് ബ്രിങ് ഔട്ട്? ടു മേക്ക് സംതിങ് അപ്പിയർ. എന്തെങ്കിലും ഒരു കാര്യത്തെ പ്രസൻറ്റ് ചെയ്യുക.
അല്ലെങ്കിൽ ടു മേക്ക് സംതിങ് ഈസി ടു സീ ഓർ അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുക. അപ്പോൾ അതാണ് ബ്രിങ് ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എൻറ്റർ ഇൻ ടു നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്? ടു സ്റ്റാർട്ട് ടു ടേക്ക് പാർട്ട് ഇൻ എൻ ഒഫീഷ്യൽ ഡിസ്കഷൻ ഓർ അതർ ഫോർമൽ ആക്ടിവിറ്റി. അതാണ് എൻറ്റർ ഇൻ ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് എന്താണ് നോക്കുക? സെറ്റ് ഇൻ എന്താണ്? ടു ബിഗിൻ ആൻഡ് സീം ലൈക്ലി ടു കണ്ടിന്യൂ. അതായത് ഏതെങ്കിലും ഒരു കാര്യം ആരംഭിക്കുന്നു, എന്നിട്ട് അത് തുടരുന്നതായിട്ട് തോന്നുക. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ സെറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സെറ്റിൻ? ടു ബിഗിൻ ആൻഡ് സീം ലൈക്ലി ടു കണ്ടിന്യൂ. ഇനി അടുത്ത് സെറ്റ് ഔട്ട് എന്താണ്? സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമുക്കറിയാം, എന്താണ്? യാത്ര തുടങ്ങുന്നതിന് നമുക്ക് സെറ്റ് ഔട്ട് എന്ന് പറയാം. പിന്നെ സെറ്റപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ സ്റ്റാർട്ട്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ. ഇതെന്താ? പ്രിപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ശരിയായ പ്രിപ്പോസിഷൻ നമുക്ക് എഴുതണം. യു മസ്റ്റ് നെവർ സെറ്റപ്പ് എനി സോർട്ട് കോൺട്രാരിനെസ് ഓർ റിപ്രഷൻ ഡാഷ് ദ ചൈൽഡ്സ് മൈൻഡ്. ഡിക്ലെയർ ദ പാരൻസ്. You will damage him dash life. It no doubt requires a lot dash discipline dash our part. But it is worth it. They declared primly, we shall be bringing dash a healthy citizen. Okay, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? You must never set up any sort contrariness or repression dash the child's mind. ഈ പറയുന്ന കുട്ടിയുടെ മനസ്സിൽ റിപ്രഷനോ അല്ലെങ്കിൽ പറയുന്ന തരത്തിലുള്ള കോൺട്രാരിനെസ്സോ ഒന്നും സെറ്റപ്പ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്തയൊന്നും അവൻ്റെ മനസ്സിൽ ഉണ്ടാക്കാൻ പാടില്ല എന്നർത്ഥമില്ല. അപ്പോൾ മനസ്സിൽ എന്ന് വരണം. അപ്പോൾ അങ്ങനെ എന്തായിരിക്കും? ഇന്നാണ് വരേണ്ടത്. അതാണ് ഇൻ ദ ചൈൽഡ്സ് മൈൻഡ്. ഡിക്ലെയർ ദ പാരൻസ്. യു വിൽ ഡാമേജ് ഹിം ത്രൂ ഔട്ട് ലൈഫ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം മുഴുവൻ അത് പ്രശ്നം ആക്കും. അല്ലെ? അങ്ങനെയുള്ള ചിന്തയൊക്കെ അവൻ്റെ മനസ്സിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലുടനീളം അവൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഓക്കെ, യു വിൽ ഡാമേജ് ഹിം ത്രൂ ഔട്ട് ലൈഫ്. ഇറ്റ് നോ ഡൗട്ട്, ഒരു സംശയമില്ല, എന്ത് വേണം? ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ്. ലോട്ട് ഓഫ് എന്നാ പറയുന്നത്. അപ്പോൾ ഇവിടെ ഓഫ് ആണ് വേണ്ടത്. ഓഫ് ഡിസിപ്ലിൻ ഫ്രം, നമ്മുടെ ഭാഗത്തു നിന്നും, അത് പേരൻസിൻ്റെ ഭാഗത്തു നിന്നും. അപ്പോൾ ഇവിടെ ഫ്രം ആണ് വേണ്ടത്. ഫ്രം അവർ പാർട്ട്. ബട്ട് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. ദേ ഡിക്ലെയർ പ്രിംലി, വി ഷാൾ ബി ബ്രിങ്ങിങ് അപ്പ്. നമ്മൾ വളർത്തണം. ആരെ? എ ഹെൽത്തി സിറ്റിസൺ. ഒരു ഹെൽത്തി ആയിട്ടുള്ള പൗരനെ നമുക്ക് വളർത്തിയെടുക്കണം എന്നർത്ഥം. അപ്പോൾ വളർത്തുക നമ്മൾ പറഞ്ഞു ബ്രിങ് അപ്പ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ബ്രിങ്ങിങ് അപ്പ്, അപ്പാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഇവിടെ ഇന്നും, ഇവിടെ ത്രൂ ഔട്ടും, ഇവിടെ ഓഫും, ഇവിടെ ഫ്രമ്മും, ഇവിടെ അപ്പും. ഇതൊക്കെ ചില പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഈ പാസ് തന്നെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, എന്താണ്? പ്രിപ്പോസിഷണൽ ഫ്രേസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും. ഒരു ചോദ്യം തന്നിട്ട് ഇതുപോലെ തന്നിട്ട് അതെന്താണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇങ്ങനൊരു ചോദ്യം തന്നിട്ട് ഇതിനകത്ത് ഏതാണ് പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് ചോദിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ആൻസർ എഴുതണമെങ്കിൽ നമുക്ക് എന്താണ് ഈ പ്രിപ്പോസിഷണൽ ഫ്രേസ് നമുക്ക് അറിയണം. എന്താണ് പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയുന്നത്? നോക്കാം. എ കോമ്പിനേഷൻ ഓഫ് ടു ഇൻഡിപെൻഡൻറ്റ് ലിംഗ്വിസ്റ്റിക് യൂണിറ്റ്സ്. അത് രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? ഒരു പ്രിപ്പോസിഷനും ഒരു കോംപ്ലിമെൻറ്റും. അതായത് ഒരു പ്രിപ്പോസിഷനും അതിൻ്റെ കൂടെ ഒരു കോംപ്ലിമെൻറ്റും കൂടെ ചേർന്ന് വരുമ്പോൾ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് വിളിക്കാം. ഇവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇനി സംശയം തോന്നും, എന്താണ് ഈ കോംപ്ലിമെൻറ്റ്? കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കംപ്ലീറ്റ് ചെയ്യുന്നതിന് അതിന് നമ്മൾ കോംപ്ലിമെൻ്റ് എന്ന് പറയും. എന്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്? ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥത്തെ കംപ്ലീറ്റ് ചെയ്യുന്ന വാക്കോ അല്ലെങ്കിൽ ഫ്രേസസോ, അവയെ നമുക്ക് എന്ത് വിളിക്കാം? കോംപ്ലിമെൻ്റ് എന്ന് വിളിക്കാം. ഇവിടെ നോക്കുമ്പോൾ ദ ബോയ് ഗേസ്ഡ് അറ്റ് ഹിം ഫോർ എ മൊമെൻറ്റ്. ഇതൊരു ഫ്രേസാണ്. കാരണം എന്താ? വാക്കുകളുടെ കൂട്ടമാണ്. ഇവിടെ ഫോർ എ മൊമെൻറ്റ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് എന്തെന്നാണ് ചോദ്യം. ഇതെന്തുമായിരിക്കും? ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസാണ്. കാരണം എന്താ? ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വന്നു, ഒപ്പം എ മൊമെൻറ്റ് എന്ന് പറയുന്ന കോംപ്ലിമെൻറ്റും വന്നു. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് ചോദിക്കും, ഇവിടെ തന്നിരിക്കുന്ന ഈ കോംപ്ലിമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഈ കോംപ്ലിമെൻ്റ് എന്തായിട്ടാണ് നിൽക്കുന്നത്
എന്തായിട്ടാണ് നിൽക്കുന്നത്? നൗൺ ഫ്രേസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതൊരു നൗൺ ഫ്രേസ് ആണ്. കാരണം എന്താ? മൊമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നൗൺ ആണല്ലോ. അതിൻ്റെ കൂടെ എന്തെങ്കിലും വന്നിട്ടുണ്ട്? എ എന്ന് പറയുന്ന ആർട്ടിക്കിളും വന്നിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അതെന്തായി മാറും? ഒരു നൗൺ ഫ്രേസായി മാറും. അപ്പോൾ ഈ നൗൺ ഫ്രേസ് ആണ് ഇവിടെ കോംപ്ലിമെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പം മൊത്തത്തിൽ പറയുമ്പോൾ ഏതാണ് പ്രിപ്പോസിഷൻ ഫ്രേസ്? ഇത് രണ്ടും കൂടെ ചേർന്നാണ്. ഈ പ്രിപ്പോസിഷനും ഒരു കോംപ്ലിമെൻറ്റ്. ഈ കോംപ്ലിമെൻ്റ് ഇവിടെ നൗൺ ഫ്രേസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയുന്നത്. ഇത് ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിനകത്ത് പ്രിപ്പോസിഷണൽ ഫ്രേസ് ചെയ്ത് അപ്പോൾ നമുക്ക് എഴുതണം ഫോർ എ മൊമെൻറ്റ്. ഇനി ചിലപ്പോൾ ചോദിക്കും ഈ തന്നിരിക്കുന്ന പ്രിപ്പോസിഷണൽ ഫ്രേസിനകത്ത് കോംപ്ലിമെൻ്റ് ഏതാണ്? എ മൊമെൻറ്റ്. ഇനി ഇങ്ങനെയും ചോദ്യം വരാം, ഈ കോംപ്ലിമെൻറ്റ് എന്തായിട്ടാണ് നിൽക്കുന്നത്? നൗൺ ഫ്രേസ് ആയിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ കോംപ്ലിമെൻറ്റ് യഥാർത്ഥത്തിൽ എന്താണ്? നൗൺ ഫ്രേസ് ആണ്. ഓക്കെ, അപ്പോൾ ഫോർ എ മൊമെൻ്റ് ആണ് ഇവിടുത്തെ പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഇനി അടുത്ത് നോക്കുമ്പോൾ ഓൺ ഹിയറിംഗ്. ഇവിടെ നോക്കുമ്പോൾ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ട്, ഹിയറിംഗ് എന്ന് പറയുന്ന കോംപ്ലിമെൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ചേർന്ന് എന്തായി മാറുന്നു? പ്രിപ്പോസിഷണൽ ഫ്രേസായി മാറുന്നു. ഇവിടെ ഹിയറിംഗ് എന്ന് പറയുന്ന ഈ കോംപ്ലിമെൻറ്റ് എന്താണ്? ആക്ച്വലി പാർട്ടിസിപ്പിളാണ്. പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? പ്രസന്റ് പാർട്ടിസിപ്പിളോ അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിളോ വരാം. ഇനി എങ്ങനെയൊക്കെയായാലും ഈ കോംപ്ലിമെന്റ് ഇവിടെ എന്താണ്? പാർട്ടിസിപ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ് ഓൺ ഹിയറിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം, ഹി ലുക്ക്ഡ് അബൌട്ട് കോഴ്ഷ്യസ്ലി. ഇവിടെ നോക്കുമ്പോൾ ഈ അബൌട്ട് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വന്നു, പിന്നെ കോഴ്ഷ്യസ്ലി എന്ന് പറയുന്ന ആഡ്വർബ് വന്നു. അങ്ങനെയാകുമ്പോൾ ഈ കോഴ്ഷ്യസ്ലി എന്ന് പറയുന്ന കോംപ്ലിമെന്റ് ഇവിടെ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? ആഡ്വർബ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയുമ്പോൾ അബൌട്ട് കോഴ്ഷ്യസ്ലി എന്നാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്താണെന്ന് പഠിച്ചു. ഇത് തീർച്ചയായിട്ടും ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിച്ചത്. ഇത്രയും കൂടെ ആയപ്പോൾ നമ്മൾ 12th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് പുസ്തകം മൊത്തം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ മൊബൈൽ ആപ്പിലൂടെ ഈ പറയുന്ന പരീക്ഷകൾക്കായിട്ട് ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും നമ്മുടെ മൊബൈൽ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.